വായനയുടെ വലിയൊരു ഉത്സവം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ അതിൻ്റെ 100-ാം പതിപ്പും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. മലയാളിയുടെ വായനാശീലത്തിൽ ചെലുത്തിയ ആ ഒരു സ്വാധീനം അത് വിസ്മയാവഹമാണ്. 1993 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ നോവൽ വിമർശകരെയും സാധാരണ വായനക്കാരെയും ഒരേപോലെ വിസ്മയിപ്പിക്കുകയും മലയാളത്തിൽ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ഒന്നായി മാറുകയും ചെയ്തു. വയലാർ അവാർഡ് ഉൾപ്പെടെ 9ഓളം പ്രധാന പുരസ്കാരങ്ങൾ ഈ കൃതിയെ തേടിയെത്തിയത് അതിൻ്റെ സാഹിത്യപരമായ ഔന്നത്യത്തിന് തെളിവായി നമുക്ക് കണക്കാക്കാം. റഷ്യൻ സാഹിത്യകാരനായ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അഗാധമായ വായനയും ആ പഠനങ്ങളിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചയുമാണ് ഈ നോവലിൻ്റെ പിറവിക്ക് ആധാരമായിട്ട് ഭവിച്ചത്. ദസ്തയേവ്സ്കിയുടെ കൃതികളിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും സംഘർഷങ്ങളും വേദനകളും വായനക്കാരനെന്ന നിലയിൽ പെരുമ്പടവത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ദസ്തയേവ്സ്കിയുടെ ജീവിതം മുഴുവൻ മനസ്സിൽ പേറി ഏറെ നാളത്തെ ചിന്തകൾക്കും ഒരുക്കങ്ങൾക്കും ശേഷമാണ് പെരുമ്പടവം ഈ നോവലിൻ്റെ രചനയിലേക്ക് കടക്കുന്നത്. 1992 ജൂലൈ 13 ആരംഭിച്ച ഈ രചനായാത്ര എഴുത്തുകാരൻ്റെ ദസ്തയേവ്സ്കിയോടുള്ള ആരാധനയുടെയും സമർപ്പണത്തിൻ്റെയും ഒരടയാളം കൂടിയായി നാം കാണുന്നു. ഇതൊരു കേവലപരമായ ജീവചരിത്ര നോവലല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ചരിത്രത്തിലെ ദസ്തയേവ്സ്കിയെ അതേപടി പകർത്തിവെക്കുകയല്ല ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. മറിച്ച് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലെ ആ അസാധാരണമായ വൈകാരിക നിമിഷങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെയും തൻ്റെ സർഗശേഷി കൊണ്ട് പുനഃസൃഷ്ടിക്കുകയാണ് പെരുമ്പടവം ചെയ്യുന്നത്. വേദനകളുടെ പടവുകൾ താണ്ടി വിശുദ്ധിയിലേക്കുയരുന്ന ദൈവീകതയെക്കുറിച്ചും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും നിരന്തരം സംവദിക്കുന്ന ഒരു ദസ്തയേവ്സ്കിയെയാണ് വായനക്കാർ ഈ നോവലിൽ കണ്ടുമുട്ടുന്നത്. കഥയേക്കാൾ ഉപരിയായി കഥയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ദാർശനികമായ ഉൾക്കാഴ്ചകളും മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന വിധിയോടുള്ള പ്രതികരണവുമാണ് ഈ നോവലിലെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ നോവലിനെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്. ഈ കൃതിയുടെ വിജയം അക്കങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വായനയെ പരിമിതപ്പെടുത്താൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിശബ്ദമായി വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ നോവലിന് സാധിച്ചു. ഇന്നും വായനക്കാരുടെ കത്തുകൾ പെരുമ്പടവത്തെ തേടിയെത്തുന്നു എന്നത് ഈ നോവലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വായനാ സ്വീകാര്യതയുടെ തെളിവാണ്. ദസ്തയേവ്സ്കിയുടെ ജീവിതം